കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്നലെ അതിന്റെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട GCD ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മറ്റൊരു അവ്യക്തമായിട്ടുള്ള ഒന്നുമില്ല. അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. രണ്ടാമതൊരു കാര്യം, ഈ നവംബർ 17 കളിയുമായി ബന്ധപ്പെട്ട് മിനിഞ്ഞാന്ന് ഞാൻ മലപ്പുറത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും പുതിയ വാർത്തകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കും. കലൂർ സ്റ്റേഡിയത്തിന്റെ കാര്യം GCDയെ പറഞ്ഞു തന്നെയാണ്, അതിൽ മറ്റൊരു വ്യത്യാസമില്ല. ഈ സ്റ്റേഡിയം സ്പോൺസർ ആരാണ് കൊടുത്തത്? നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ അവരുടെ ടീമിന്റെ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസർ വന്നു, പരിശോധിച്ചു. 20 ദിവസം മുമ്പെങ്കിലും നമുക്ക് കൊടുക്കണമായിരുന്നു. നമ്മുടെ പരിശോധനയിലാണ് അവിടെ ഫയർ അടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയത്. മാത്രമല്ല, അതിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം അത് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ആ സമയത്തിന് ആ വർക്കുകൾ ഇപ്പോൾ പൂർത്തീകരിച്ച് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യാണ്. ആ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫിഫയുടെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളി നടത്താം. നോക്കൂ, അതിലും കൃത്യമായുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി അത് വിളിച്ചു. അതിന്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്, അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മന്ത്രി വി അബ്ദുറഹ്മാനാണ് കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശദീകരണം നടത്തിയത്. പക്ഷേ മന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷവും ആ അവ്യക്തമായ കാര്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. മന്ത്രി തന്നിഷ്ടപ്രകാരമാണോ ഈ സ്പോൺസർക്ക് വിശാല കൊച്ചി വികസന അതോറിറ്റിക്ക് അതിനുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അത് നവീകരിക്കുന്നതിന് വേണ്ടി കൈമാറിയത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. ഇത് സംബന്ധിച്ച് സർക്കാർ സാധാരണഗതിയിൽ ഒരു പൊതുസ്ഥലം കൈമാറുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ കാര്യത്തിൽ എന്തെങ്കിലും ധാരണാപത്രമോ കരാറോ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല.